Good afternoon, all. Afternoon, ma'am. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay. പറഞ്ഞോട്ടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ നാമം ഇന്നും വാഴ്ത്തിടമ ഞങ്ങൾ പാടും ഈ ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമായി കുഞ്ഞു കളങ്ങൾ സ്വർഗമാകിനി അമ്മ നൽകുമ പോലും അമൃതമാകിനി പൂർണ്ണമി ചരാചരങ്ങൾ ഗുരുവരങ്ങളാകിനി ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന നമ്മിൽ വാഴുമാതിനാമം ഇന്നും വാഴ്ത്തിടാം. Thank you, ma'am. Thought Okay, നന്നായിരുന്നു. for the day. Happiness depends upon ourselves. Aristotle. സന്തോഷം നമ്മളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. താങ്ക് യു. ഞാനാണ് മിസ്. എന്റെ മോന് വേണ്ടി സ്കൂളിൽ പഠിപ്പിച്ച ഒരു ചെറിയ പ്രസംഗമാണ്, അമ്മയെക്കുറിച്ചുള്ള പ്രസംഗമാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരതീയ സന്ദേശത്തിൽ പ്രഥമ സ്ഥാനം നമുക്ക് ജന്മം നൽകിയ അമ്മയ്ക്കാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതും എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അമ്മ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും വഴികാട്ടിയും അമ്മയാണ്. അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. ഞാൻ ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നതും എൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിയുന്നതും അമ്മയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി പറയാൻ പഠിച്ച വാക്ക് അമ്മ എന്നാണ്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും എന്നെ പഠിക്കാൻ സഹായിക്കുന്നതും എൻ്റെ അമ്മയാണ്. എൻ്റെ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കാൻ ഏറ്റവും അധികം പരിശ്രമിക്കുന്ന വ്യക്തിയാണ് അമ്മ. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറാൻ അമ്മ എനിക്ക് പറഞ്ഞു തരും. എപ്പോഴും സത്യം മാത്രം പറയുവാനും അധ്യാപകരോടും മുതിർന്നവരെയും അനുസരിക്കാനും ബഹുമാനിക്കാനും എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഞാൻ ആദ്യം പറയുന്നത് അമ്മയോടാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പരിഹരിച്ച് അമ്മ എന്നെ എന്നും കൂടെ ചേർത്ത് നിർത്തും. അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അമ്മ എനിക്ക് നൽകുന്ന സ്നേഹവും കരുതലും മറ്റാർക്കും തരാൻ കഴിയില്ല. അമ്മയുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത്. അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. നന്ദി, നമസ്കാരം. സൈൻ ഇൻ ബൈ ജസ്റ്റീന. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. വെൽക്കം ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നീഡ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ അല്ലേ? നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫും പറഞ്ഞു. ഒന്നും കൂടി പറയാന്ന് പറഞ്ഞു. ഓക്കെ, എബ്രഹാം മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കി പറയുമ്പോൾ രണ്ട് നീഡ്സ് ആയിട്ടാണ് നീഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെഫിസിറ്റ് നീഡും മറ്റൊന്ന് ഗ്രോത്ത് നീഡും. ഡെഫിസിറ്റ് നീഡ് 4 ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ബിലോങ്ങിങ്നെസ് നീഡ്, എക്സ്റ്റീം നീഡ്. ആൻഡ് ഗ്രോത്ത് നീഡ് ആകെ ഒറ്റ ടൈപ്പ് ഉള്ളൂ. ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, നമ്മളെ എബ്രഹാം മാസ്ലോ നീഡ്സിനെ കുറിച്ചിട്ട് ഓരോ വ്യക്തിയുടെയും ആവശ്യകതകൾ 5 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ.
ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു നോക്കണേ. എന്താണ് സൈക്കോളജിക്കൽ നീഡ് ആണ് ഫസ്റ്റ് വൺ, സെക്കൻഡ് ആണ് സേഫ്റ്റി നീഡ്, തേർഡ് ആണ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, ഫോർത്ത് നീഡ് ആണ് എക്സ്റ്റീം നീഡ്, ആൻഡ് ഫിഫ്ത്ത് ആണ് എന്താ ആക്ച്വലൈസേഷൻ നീഡ്. ഓർഡർ എന്തായാലും പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എബ്രഹാം മാസ്ലോയുടെ നീഡ്സിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നീഡ്സിന്റെ ഒരു ഓർഡർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പൊ നിങ്ങൾ 15th ബാച്ച് അല്ലേ, 14th വരെയുള്ള കുട്ടികളുടെ ബാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു എക്സാമിനും ഈ നീഡിന്റെ ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഒരു ബാച്ച് പോലും നീഡിന്റെ ഓർഡർ ഇല്ലാത്തൊരു ബാച്ച് ഇല്ല. നീഡ്സിന്റെ ഓർഡർ അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാട്ടെ അത് കറക്റ്റ് ആയിട്ട്. നമ്മള് ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ഏത് നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും? സേഫ്റ്റി നീഡ്. ദെൻ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി എല്ലാ നീഡും അവിടെ റീസ്റ്റോർ ചെയ്ത് നടക്കും അല്ലെ, അവിടെ ബാലൻസ് ആയിട്ട് അല്ലെങ്കിൽ റിട്രീറ്റ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ നീഡ് അവിടെ സ്റ്റോപ്പ് ആയി പോവാണ്. നമ്മള് എബ്രഹാം മാസ്ലോ നീഡ് ഡിപ്രഷനെ കുറിച്ചിട്ടും നീഡ് ഗ്രാറ്റിഫിക്കേഷനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ഒരു കാരണവശാലും കുട്ടികള് ഒരു കാര്യം ചെയ്തില്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഫുഡ് ഒന്നും കൊടുക്കുക, അങ്ങനെ ഡിമാൻഡ് ഒന്നും ചെയ്യാൻ പാടില്ല. നീ ഇത് ചെയ്തില്ല അതുകൊണ്ട് നിനക്ക് ഫുഡ് തരില്ല, അല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്താൽ ഫുഡ് തരാം, അങ്ങനെ നമ്മൾ കുട്ടികളെ ഒരിക്കലും ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അവർക്ക് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സ്വയമേ അറിയില്ല. അതുകൊണ്ട് അവർക്ക് നമ്മളുടെ കെയറും അറ്റൻഷനും ലവും ബിലോങ്നെസ്സും വേണം. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഫെക്ഷൻ, ലവും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ അവരെ നല്ല സ്നേഹത്തോടെ പ്രകടിപ്പിച്ച് തന്നെ വളർത്താം, സ്നേഹം കൊടുത്ത് തന്നെ വളർത്താൻ നോക്കാം. ഇനി ഒരുപാട് നാളത്തേക്ക് സ്നേഹം കിട്ടാതെ വളർന്നു വരുന്ന കുട്ടികളുണ്ട്. അവരില് ഒട്ടും സ്നേഹം കിട്ടാതെ വരുമ്പോ അവർക്ക് മാൽ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കും. എന്ന് വെച്ചാൽ അവര് പ്രോപ്പർ ആയിട്ട് ഡെവലപ്ഡ് ആവില്ല, ഡീവിയേഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികളിൽ കോമൺ ആയിട്ട് ഡീവിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പഠനത്തിന് ശ്രദ്ധ കുറവ്, ഹൈപ്പർ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ളൊരു തിങ്കിങ്, അല്ലെങ്കിൽ മടിയന്മാര്, ഭയങ്കര ലേസി, കള്ളൊക്കെ പറയുന്ന ടൈപ്പ് കുട്ടികളൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മൾ ഇൻഫൻസിയിൽ എമർജ് ചെയ്യുന്ന ഒരു നീഡാണ് ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളുടെ ലവും കെയറും കിട്ടണം എന്നാണ് അവർ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ ആ ലവും കെയർ കൊടുത്ത് തന്നെ കുട്ടികളെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ അഫക്ഷനേറ്റ് ആയിട്ട് തന്നെ പെരുമാറാം. അത് നമ്മളുടെ അഫെക്ഷൻ, ഇപ്പൊ അമ്മയുടെ അഫെക്ഷനെ കുറിച്ച് പറഞ്ഞല്ലേ, അമ്മ എങ്ങനെയാണ്, അമ്മ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഫോഴ്സ് ആണല്ലേ. നമ്മളെ സംബന്ധിച്ച് നമുക്കായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ച് നമ്മുടെ അടുത്തേക്ക് ചെല്ലാലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സോ ആ ഒരു പവർഫുൾ ഫോഴ്സ് ആണ്, നമ്മൾ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ് ആര്, അമ്മമാര്. അപ്പൊ നമ്മള് ഒരു മോട്ടിവേഷൻ ഫോഴ്സ് ആവാൻ ശ്രമിക്കാം. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കും നമ്മളൊരു എന്താ പറയാ ടീച്ചറിന് ഉപരി ഒരു അമ്മയുടെ സ്ഥാനം തന്നെയാണ്. ഞാനിപ്പോ കാണുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും എന്റെ മക്കള് അല്ലെങ്കിൽ മോള് ആണെന്നുള്ള ലെവലിൽ ഞാൻ കാണുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. A teacher who is warm-hearted is always liked by the students. ടീച്ചേഴ്സിനെ ടീച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം, നമ്മളുടെ എങ്ങനെയായിരിക്കണം, ബാക്കി കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലായിരിക്കും നമ്മൾ പെരുമാറാനായിട്ട്. ചിരിച്ചുകൊണ്ട് സംസാരിക്കാം, അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുക, അവരോട് സ്നേഹത്തോടെ പെരുമാറാം. പ്ലസ് നീഡ് എംഫസൈസ് ദ നീഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ വിത്ത് ഗ്രൂപ്പ് ലൈഫ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിൽ വരുമ്പോൾ കുട്ടികൾ കള്ളം പറയുന്നതൊക്കെ വളരെ കുറയും. ദെൻ നീഡ് ആൻഡ് ബിലോങ്നെസ് നീഡും ലവ് നീഡും കൂടാനായിട്ട് കാരണമാകും. ഒന്ന് റീഡ് ചെയ്യോ, ഒന്ന് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. മാം ഏത് പാരഗ്രാഫാ? മാം ഏത് പാരഗ്രാഫ് റീഡ് ചെയ്യണ്ട്? എടാ ഫസ്റ്റ് പാരഗ്രാഫ്. The deficit need consists of psychological requirements such as hunger and thirst. Once these needs are
fulfilled, the person tries safety needs, belonging needs, and esteem needs. Under growth needs, there is only one need, such as self-acquisition. Maslow, as a humanist, believed in individual differences and in degrees of humanness. The order of need begins with basic survival, higher order needs. They are psychological needs, safety needs, love and belonging needs, the esteem needs, and self-actualization. Next paragraph വായിക്കണോ? വേണ്ടാടാ. ഉം. ഓക്കെ. ഈ മോനിപ്പോ ഇതല്ലേ പാരഗ്രാഫ്? ഞാനിപ്പോ വായിച്ച പാരഗ്രാഫിനല്ലേ റീഡ് ചെയ്തത്? Yes, ma'am. ഓക്കെ അല്ലേ? Yes, ma'am. ഈ പാരഗ്രാഫാണ് പറഞ്ഞത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സൈക്കോളജിക്കൽ നീഡ്സ്. Okay, ma'am. ഞാനത് റീഡ് ചെയ്യാം. ഓക്കെ. കാരണം Satisfaction of psychological needs is inevitable for survival. When these needs are not fulfilled for a long time, other needs will retreat to the background. Maslow makes a difference between need deprivation and need gratification. When a boy or girl is devoid of food, he or she will be motivated to do something to become dominant. As children do not know the method of how to protect themselves, they must be properly protected. Love and belongingness need is based on social development of the individual. Children who have been devoid of love frequently develop symptoms of maladjustment. The need for love and affection emerges during infancy. When affection relations are established, they become powerful forces of motivation. The teacher who is warm-hearted is always liked by the students. Thus, need emphasize on the need for identification with group lives. The formation of society is based on belongingness and love needs. ഈ പാരഗ്രാഫ് മതിയോ മാം? ഓക്കേടാ, ഞാൻ എന്താ നാളെ സംസാരിക്കാത്തത് ഭയങ്കര എനിക്ക് അതാണ് കേട്ടോ. അപ്പം 2 types of esteem needs ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് 2 types of esteem needs? The 2 types of esteem needs are self-respect and self-regard. ഏതൊക്കെയാണ്? Self-respect and self-regard. Relation to self. Then there are need. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സെൽഫ് റെസ്പെക്റ്റും ഒന്ന് സെൽഫ് റിഗാർഡും. നമ്മള് മറ്റുള്ള ഒരാൾ റെസ്പെക്ട് ചെയ്യുന്നു, നമുക്കൊരു എന്താ പറയാ അഭിമാനം, അതൊക്കെ നമ്മളുടെ ബഹുമാനം കാര്യത്തിൽ നമ്മൾ നമുക്ക് സ്വയം നമുക്ക് തോന്നും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയോ. എനിക്ക് സെൽഫ് റിഗാർഡ് എപ്പോഴാ തോന്നുന്നത് അറിയാവോ? മോണ്ടിസോറി കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള വികാരമുണ്ട്, സെൽഫ് റിഗാർഡ് ആണത്. ആ സെൽഫ് റെസ്പെക്ട് ഉണ്ട്, അതേപോലെ തന്നെ ഒരു സെൽഫ് റിഗാർഡ്, ഒരു അഭിമാനം കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ ഫീലിംഗ് ആണ്, നമ്മളെ കൊണ്ട് ഇത്രയും നാളത് ചെയ്യാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ എന്തോരം പേര് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എന്നെ കുറിച്ച് സാധാരണ വിചാരിക്കും, ഞാൻ പഠിപ്പൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് വന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാന്നാവോ നിങ്ങൾ പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, ആ കാലത്ത് തന്നെ നേരത്തെ കല്യാണം കഴിച്ച് പോയാൽ പോരെയിരുന്നു, എന്തിനാ ഇത്രയും പഠിച്ചിട്ടെന്നൊക്കെ. അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എന്താണ്, പെൺകുട്ടികളൊക്കെ എന്തിനാ ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ മാറിയില്ലേ, ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. എന്റെ ലൈഫിലും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ ഇന്നതാന്ന് അറിയുമ്പോൾ നമ്മളോട് റെസ്പെക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള റെസ്പെക്ട് നമുക്ക് ഫീൽ ചെയ്യും. പണ്ട് നമ്മളെ കുത്തിയിരുന്നവരൊക്കെ ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ നൈസായിട്ട് വെറുതെ വീട്ടിലിരിക്കാല്ലേ, എന്താ ചെയ്യാ, വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വയസ്സായവരാണ്, മെയിനായിട്ട് വയസ്സായവരാണ്, അവരങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല.
കാരണം നമ്മൾക്കറിയാം നമ്മളുടെ ജേർണി, നമ്മളുടെ സക്സസും നമ്മളുടെ അംബീഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. സോ മുന്നോട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പ്രയത്നിക്കുക തന്നെ ചെയ്യണം. Then there are needs pertaining to respect from others such as നമുക്ക് റെസ്പെക്ട് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നീഡ്സുകൾ ഉണ്ട്. റെപ്യൂട്ടേഷൻ, സൊസൈറ്റിയിൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു കോഴ്സ്, ഒരു പ്രൊഫഷനാണ് നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ടീച്ചറാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, ഒരു സ്റ്റാറ്റസ് ഉണ്ട്, നമ്മുടെ സക്സസ് ആൻഡ് ഫ്രെയിം, നമ്മൾ അത് അച്ചീവ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാണെന്നൊക്കെ പറയുമ്പോൾ ഒരു മറ്റുള്ളവർക്ക് ഒരു അഭിമാനം തോന്നും, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട് നമ്മളോട് തോന്നും. നമ്മളോട് സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മളോട് റെസ്പെക്ട് തോന്നുന്നവർക്ക്. The need for the status prestige is present in every individual. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ആരെങ്കിലൊക്കെ കുറച്ച് എന്താണ് വില മതിച്ചിരുന്നെങ്കിൽ. എന്ന് നിങ്ങൾക്ക് ആർക്കും വിലയില്ല. നമ്മൾ പറയാറില്ലേ ഫാമിലിയിലൊക്കെ തല്ലുപിടിക്കുന്ന സമയത്ത്, ഈ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഒട്ടും നിങ്ങൾ വില തരാത്തതെന്നൊക്കെ നമ്മള് തല്ലുപിടിക്കുമ്പോ അല്ലെങ്കിൽ വഴക്ക് പറയുമ്പോൾ തമാശക്കെങ്കിലും പറയും. പക്ഷെ അങ്ങനെ നമുക്കൊരു വാല്യൂ കിട്ടുമ്പോൾ നമ്മുടെ ഫാമിലിയിലായാലും മറ്റുള്ളവരാൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കരമായിട്ട് വാല്യൂബിൾ ആയിട്ടുള്ള മൂമെന്റ് ആണ്. ഇനി അനദർ ടൈപ്പ് ഓഫ് എക്സ്ട്രീം നീഡ് ഈസ് ഫീലിംഗ് ഓഫ് സുപ്പീരിയർ ടു അതേഴ്സ്. മറ്റൊരു ഇതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അനദർ ടൈപ്പ് എക്സ്ട്രീം നീഡ് പറയുന്നത് മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണ് ഞാൻ എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അതിനോട് എനിക്ക് അങ്ങനെ അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എല്ലാവരും ഒരേപോലെയാണ്. ആരോടും സുപ്പീരിയർ ആവണമെന്ന് എനിക്ക് താല്പര്യമില്ലാത്തൊരു പേരാണ് എന്നെ സംബന്ധിച്ച്. എല്ലാവരും ഒരേപോലെ പോണം, എനിക്ക് ഭയങ്കരമായിട്ട് റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് വേണമെന്നൊന്നും എനിക്ക് അങ്ങനെ ഇല്ല. ഫെയിലിയർ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ക്യാൻ ജനറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. ഇങ്ങനെ നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ സിനിമ പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഓക്കെ. അതില് മമത മോഹൻദാസും അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറിന് അതേ ക്വാളിഫിക്കേഷനും അതേ റാങ്ക് ഉള്ള ഒരാളുണ്ടായിരുന്നു. ആ ഒരു ജോബ് പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ കിട്ടേണ്ട ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളായിട്ടാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു റെപ്യൂട്ടേഷൻ കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ, അത് നേടിയെടുക്കാതെ വരുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുമെന്ന് നമുക്കതിൽ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വിചാരിക്കരുത്. നമ്മള് ചിലപ്പോ അത്ര ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കും അല്ലെ. നമ്മള് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ടോപ്പർ ആവണം എന്ന് വിചാരിക്കുക, എക്സാം ഒക്കെ എഴുതി ക്ലാസ് ടോപ്പർ ആവണം എന്ന് വിചാരിക്കും. ക്ലാസ് ടോപ്പർ ആവുമ്പോൾ നിങ്ങൾ അത്രയും നല്ല രീതിയിൽ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ മേ ബി നമ്മളുടെ പേരായിരിക്കില്ല വരുന്നത്, വേറൊരാളുടെ പേരായിരിക്കും വരുന്നത്. എന്തെങ്കിലും റീസൺസ് കാരണം ചിലപ്പോൾ അത് നമ്മളായിരിക്കില്ല, മറ്റൊരാളായിരിക്കും. നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് അയാളോട് പെരുമാറാൻ പാടുണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും റീസൺസ് കാരണമായിരിക്കും നമ്മളല്ലാതെ മറ്റൊരാൾ ടോപ്പർ ആവാൻ കാരണം. നമ്മൾ അങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് ഒന്നും കാണിക്കും. കാരണം നമ്മൾ അത്രയും നാള് ബിൽഡ് ചെയ്ത ആ ഒരു പേഴ്സണാലിറ്റി നമ്മള് മോശമായിട്ട് പോകും. അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഒന്നിനോടും കോമ്പറ്റ് ചെയ്യണ്ട, എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ പോകണം. അപ്പൊ നമുക്ക് ഇങ്ങനെ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരും. ഇപ്പൊ സേഫ്റ്റി നീഡ്സിലാണ് ചില ആൾക്കാര് എന്റെ പരിചയത്തിലുണ്ടാ CA എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പൊ ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ BCom MCom ഒക്കെ കഴിഞ്ഞിട്ട് ചെന്ന് ജോയിൻ ചെയ്ത ആദ്യം CMA എന്ന് പറയുന്ന കോഴ്സാണ്. CMA കേട്ടിട്ടുണ്ടോ? CA കേട്ടിട്ടുണ്ടോ? CMA കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മിസ്സേ. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, നമ്മുടെ CMA ഇന്ത്യ. അതിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് ക്ലാസ്സില് കൊമേഴ്സ് ആയതുകൊണ്ടും ഇത്തിരി ആയിരുന്നു. ഡിഗ്രിക്കും PGക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആയിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഞാൻ റെസ്പോണ്ട് ഒക്കെ ചെയ്യും. എനിക്കിപ്പോ എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു എക്സ്പെക്ടേഷൻ, എല്ലാവർക്കും ഇൻക്ലൂഡിങ് എനിക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു ഞാനത് ക്ലിയർ ചെയ്യുമെന്നുള്ളത്. പക്ഷെ ഞാൻ ചില പേപ്പേഴ്സിന് അഗ്രിഗേറ്റിന് എപ്പോ നല്ല മാർക്ക് സ്കോർ ചെയ്തു, ചിലതിന് വളരെ കുറവായിരുന്നു, വന്നിട്ട് ഫെയിലായി. ഞങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പേപ്പറും പാസ്സാവണം, അഗ്രിഗേറ്റ് 200 വരണം. അപ്പൊ ഞാൻ ആദ്യം എക്സാം എഴുതിയപ്പോൾ ഞാൻ 3 പേപ്പർ പാസ്സായി. ആ 3 പേപ്പറിലും ആ ഞങ്ങളുടെ ടീമിൽ തന്നെ ഏറ്റവും ടോപ്പർ ഞാനാണ്. ഒരു പേപ്പറിന് ഫെയിലായി.
കേക്ക് ലവ് എന്നുള്ളല്ലേ ഫെയിലായി. സോ ഫെയിൽ ആയതിനു ശേഷം ഞാൻ കടന്നു പോയത് ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ്. ആദ്യമായിട്ട് ഫെയിൽ ആവുന്നതാ. ഞാൻ ചെറുപ്പം മുതലേ അത്രയും നാള് പഠിച്ചിട്ട് ഇതുവരെ ഫെയിൽ ആയിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഫെയിൽ ആവുന്നതാ. ഭയങ്കര ഡിപ്രഷൻ. വീട്ടിൽ ആരോടും സംസാരിക്കുന്നില്ല. 1-2 months വീട്ടിലൂടെ ആരോടും ഫെബ്രുവരിയിൽ റിസൾട്ട് വരാണ്. മാർച്ച് ഏപ്രിൽ ഞാൻ ആരോടും സംസാരിക്കണം, മിണ്ടാതെ നടക്കാം, ഒന്നും സംസാരിക്കാം. ആദ്യമായിട്ട് വന്ന ഫെയിലിയർ. എനിക്ക് ഇങ്ങനെ ഫേസ് ചെയ്യാൻ അറിയില്ല. അന്ന് ഞാൻ കുറച്ചുകൂടി എങ്ങാണല്ലോ, എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രണ്ടാമത്തെ എക്സാം എഴുതി. ഞങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് എഴുതി. സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ എല്ലാം പാസ്സായി. പക്ഷെ അഗ്രിഗേറ്റ് കിട്ടിയില്ല. 197 എനിക്ക് കിട്ടിയത്. 200 വേണം പാസ്സാവണമെങ്കിൽ. അപ്പോഴും പ്രശ്നമായി. ഇതെല്ലാം അത് കഴിഞ്ഞ് ഞാൻ റിപ്പീറ്റ്ലി ചെയ്തു. ഇതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ ഞാൻ എന്റെ കൂടെ ഉള്ളവരൊക്കെ പാസ്സായി അവർ പ്ലേസ്ഡ് ഒക്കെ ആവുന്നുണ്ട്. 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുന്നു, പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്റർ എങ്ങനെയൊക്കെയോ പാസ്സാക്കി എടുത്തു. ഇന്റർ പാസ്സായി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഓവർ ടെൻഷനും കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നുണ്ടല്ലോ, ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തല്ലേ നമ്മൾ എടുക്കുന്നേ. അതേപോലെയല്ല, എന്താണ്ട് പ്രഷർ കുക്കറിന്റെ മേലെ കയറ്റി വെച്ച പോലെയാണ് ഞങ്ങൾക്ക് പ്രഷർ. ഭയങ്കര ടെൻഷനാണ്. ഭയങ്കരമായിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. നമ്മുടെ പേഴ്സണാലിറ്റിനെ തന്നെ അത് അഫക്ട് ചെയ്യും. നമ്മൾ ആരോടും മിണ്ടാതെ പോകുന്നു. നമുക്ക് തന്നെ ഒരു ഭയങ്കര ഇറിറ്റേഷനും അല്ലെങ്കിൽ ടെൻഷനും ഓവറായിട്ട് എന്തൊക്കെയോ തിങ്ക് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് അത് അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും കാരണം ഞാൻ അതവിടെ മാറ്റി വെച്ചു. പിന്നറാണ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞില്ലേ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. കംപ്ലീറ്റ് ചെയ്യും, ടൈം ഉണ്ടല്ലോ. എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചതാണ്. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത്. ഇഷ്ടപ്പെട്ട് വന്ന ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു പ്രൊഫഷൻ, നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ്. ഞാനൊക്കെ ആലോചിക്കും, മര്യാദക്ക് ആ സമയത്ത് ബികോം എംകോം കഴിഞ്ഞ് BEd എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ കോളേജിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ടീച്ചറാണെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അത് ഞാൻ വിചാരിച്ചു, എനിക്ക് കോളേജിലല്ലേ പഠിപ്പിക്കാൻ പറ്റാത്തുള്ളൂ, നമുക്ക് കുഞ്ഞു പിള്ളേരെ എങ്ങനെ പഠിപ്പിച്ചാല്. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ട്യൂഷനാക്കി. ഞാൻ കല്യാണം കഴിച്ച് ചെന്നപ്പോ എന്റെ അടുത്ത് 2 കുട്ടികളെ ട്യൂഷൻ കൊണ്ടുവന്നാക്കി. 2 പേരെട്ടാ, ബ്രദറും സിസ്റ്ററാണ്. അപ്പൊ ആ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ചെറിയ സാറ്റിസ്ഫാക്ഷൻ. അവർക്ക് മാർക്ക് വാങ്ങിക്കുന്നു, അവർ അമ്മയച്ചനൊക്കെ വന്ന് പറയുന്നു, കുട്ടിക്ക് നല്ല മാർന്ന വ്യത്യാസം ഉണ്ട് കേട്ടാ, അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ പണ്ട് ഞാൻ ഓരോ പേപ്പറൊക്കെ എഴുതി മാർക്ക് വാങ്ങിച്ച പോലെ ഒരു ഫീൽ കിട്ടുന്നു. സോ ആ ഒരു ഫീൽ, ഇത് നല്ലതാണല്ലോ, നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് ടീച്ചിങ്ങിലേക്ക് വരുന്നത്. അന്ന് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലായിരുന്നു അവര് പഠിക്കുന്നത്. ഇന്ന് അവര് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലാണ്. അവര് വലുതായി, ഞാനും വലുതായി, ഞാനും പഠിച്ചു അവരുടെ ഒപ്പം തന്നെ. നല്ല എന്താ പറയാ, ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നിങ്ങളായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങള് എന്താ പറയാ, ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ ടെൻഷൻ ഉണ്ട്. ഓക്കെ, ടെൻഷൻ അതൊരു സൈഡ് ഉണ്ട്. ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിപ്പോയാലും, എക്സാമിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാറിപ്പോയാലും അതൊക്കെ ഒത്തിരി ടെൻഷനായിട്ട് നമുക്ക് മാർക്കിനൊക്കെ എഫക്ട് ചെയ്യുന്ന. ഫൈനൽ എക്സാമിനൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയാ ബേർഡൻ ആണ്. അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്നൊന്നും നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും പക്ഷെ എൻജോയ് ചെയ്താണ് ഇവിടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ടീച്ചിങ്ങിന് ഒരു പ്രത്യേകമായിട്ടൊരു, ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഫഷനാണ്. അതേപോലെ നമ്മളിപ്പോ ഫാമിലിയിലായാലും ടീച്ചർ വന്നു എന്നാ പറയുന്നത്. ടീച്ചർ എന്ത് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരിതാണ്. അതേപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ടീച്ചർ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. എന്നേക്കാളും പ്രായമുള്ളവർ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാത്ത കുട്ടികൾ പോലും എന്നെ ടീച്ചർ എന്നാ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്, അപർണ ടീച്ചറാണോ, എന്നാ പറഞ്ഞ ടീച്ചർ പൊക്കോ, ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ എന്ന് പറയും. എന്തെങ്കിലും കാര്യത്തിന് ക്യൂ ഒക്കെ നിൽക്കുന്നത്, നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോ ഇതേപോലെ വോട്ടിൽ നിന്ന് അവർക്ക് അറിഞ്ഞുവിടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് ഉണ്ടെന്നുള്ളത്. നമ്മളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പൊ അവർ വിചാരിച്ചു ഈ ക്ലാസ് ഉണ്ടെന്ന്. എന്താ പറയുക, അവരുടെ ടീച്ചർ കയറി വോട്ട് ചെയ്തോ എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നൈസായിട്ട് വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ തൊട്ടുപോയി.
ഞങ്ങൾ ടീച്ചർമാരെല്ലാവരും കൂടി അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ട്രിപ്പ് പോയതാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ബാഗൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നതാണ്. പക്ഷെ അവർ വിചാരിച്ച് ക്ലാസ്സിൽ പോകാനാണ്. അവര് വേഗം പോട്ടും ചെയ്ത് വേഗം പോവുകയും ചെയ്തു. അപ്പൊ നമുക്ക് ചെറിയൊരു ഇത് കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് സൊസൈറ്റിയിൽ ആ ഒരു പ്രൊഫഷനെ കൊണ്ടൊരു സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, സെൽഫ് റെസ്പെക്ട് കിട്ടുന്നുണ്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്രയും പഠിച്ചിട്ടും എവിടെയും എത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ബാഡ് ആയിട്ട് അല്ലെങ്കിൽ പലവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഞാനിപ്പോ ടീച്ചറാണെന്ന് അവരോട് പറയുമ്പോ, ഓ നീ ടീച്ചറാണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ നമ്മളോട് റെസ്പെക്ട് ആണ്. ആ ഒരു ഷോക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മളോടുള്ള റെസ്പെക്ട് ആണ്. നമ്മളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ. The teacher failure to satisfy these needs can generate personality disturbance. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഡിപ്രഷനിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ആ സമയത്ത്. എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞപ്പോ, ഫസ്റ്റ് എക്സാമിന് ആദ്യമായിട്ട് ഫെയിൽ ചെയ്തപ്പോ 2 മാസം ആരോട് സംസാരിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, ഡിപ്രഷൻ ആയിരുന്നു. പിന്നെ എനിക്ക് ക്ലാസ് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യമായിട്ട് ഫെയിൽ ആയി, ബാക്കി കുട്ടികളുടെ മുമ്പ് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. But teachers' attitude towards the students should always be one encouragement and appreciation. Encouragement ആയിട്ടുള്ള appreciating ആയിട്ടുള്ള attitude ആയിരിക്കണം സ്റ്റുഡൻസിനോട് ടീച്ചേഴ്സിന്. For them, education is the way of enhancing their family status. എന്നാലോചിച്ചൊക്കെ, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു പേഴ്സൺ ഒരു ഫാമിലിയിൽ വരാണെങ്കിൽ ആ ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസ് തന്നെ മാറും അല്ലെ. നമ്മള് ഇപ്പൊ ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാട്ടോ. എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടി അത്യാവശ്യം നല്ല ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു കേട്ടോ. ആ കുട്ടിയുടെ ഫാമിലിയിൽ ഭയങ്കര, ഒരാൺകുട്ടിയാണ്, അവരുടെ വീട്ടിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അവര് ട്യൂഷനൊന്നുമില്ല, പ്രോപ്പറായിട്ട് ട്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവന്റെ അമ്മ അതേപോലെ വീടുകളിൽ ജോലിക്കൊക്കെ പോയിട്ടാണ് നോക്കുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചതാണ്. അപ്പൊ ഈ അമ്മയും മോനും പിന്നെ ഇളയതൊരു പെൺകുട്ടിയാണ്. ഇങ്ങനെ 3 പേരാണ് ആ ഫാമിലിയിലുള്ളത്. അപ്പൊ ഈ മോൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ട്യൂഷനൊന്നും പോകുന്നില്ല. നമ്മുടെയൊക്കെ പ്രായത്തിൽ വെച്ച് ഞങ്ങളെ കൂടുതലും കുട്ടികളും ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ ആലോചിച്ച് നോക്കിയേ, ഒത്തിരി സ്ഥലത്ത് ഒരു ട്യൂഷനാണ് ഒരു കുട്ടിക്കുള്ളത്, അല്ലല്ലോ 3-4 ട്യൂഷനൊക്കെ കൊടുത്തിട്ട് പാരന്റ്സ് കെയർഫുൾ ആയിട്ട് വളർത്തുന്ന ഒരു പ്രായമാണിത്. അപ്പൊ ഇവന് ട്യൂഷനൊന്നുമില്ല. അവൻ ട്യൂഷനൊന്നും പോകുന്നില്ല. അപ്പൊ 10th റിസൾട്ട് വന്നു. സ്റ്റേറ്റ് ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് തോന്നുന്നു. 10th റിസൾട്ട് വന്നപ്പോ അവന് ഫുൾ A+ ഉണ്ട് കേട്ടോ. അപ്പൊ അവന് ഭയങ്കരമായിട്ട് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടി. അവാർഡ് ഇങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ +2 സയൻസ് എടുത്തു, ഫുൾ A+. അത് നോർമലി സയൻസ് ആണ് എടുക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ട്യൂഷനൊന്നും പോകാതെ സ്പെഷ്യൽ ക്ലാസ് ഒന്നും സ്പെഷ്യലായിട്ട് കോച്ചിങ് ഒന്നും ഇല്ലാതെ സയൻസ് എങ്ങനെ പഠിച്ചെടുക്കാനാ അല്ലെ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലത്തെ കൊമേഴ്സുകാർക്ക് സയൻസിനോട് ചെറിയൊരു ഭയവും കൂടി ഉണ്ട് ഉള്ളില്. ഞാനും വിചാരിച്ചു ഈ കുട്ടിക്ക് വല്ല കൊമേഴ്സ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാധാരണ വല്ല BCom ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ജോലിക്കൊക്കെ കിട്ടുമല്ലോ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ടെങ്കിലും ജോലിക്ക് കയറാലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് സയൻസ് ആണ് എടുത്തത്. നമ്മൾ വെയിറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോ അവൻ സയൻസിൽ എന്ത് ചെയ്തു, ഫുൾ A+ ഉണ്ട്. അതും പാസ്സായി. അത് കഴിഞ്ഞ് അവനൊരു വർഷം പഠിക്കാനായിട്ട് പോയില്ല, വേറെ ഒന്നും കോഴ്സ് സെലക്ട് ചെയ്തില്ല. ഇപ്പൊ നമ്മള് ഡിഗ്രിയോ അങ്ങനെ അല്ലെങ്കിൽ പോളിടെക്നിക്കോ ITയോ അങ്ങനെ കോഴ്സിനൊന്നും പോയില്ല. അവൻ ആ സമയത്ത് ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ വളരെ ഇതായിരുന്നല്ലോ. ആ സമയത്ത് അവന് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോണും ലാപ്ടോപ്പും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മള് പാവപ്പെട്ട വീട്ടിലെ ഫാമിലീസിലെ കുട്ടികളായതുകൊണ്ട് അവർക്ക് ഫോൺ ലാപ്ടോപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പ് വഴി യൂട്യൂബിൽ നോക്കി എന്ത് ചെയ്തു, കോച്ചിങ്, എൻട്രൻസിന്റെ കോച്ചിങ് എടുത്തു. ചില ഓൺലൈനായിട്ട് അവൻ സ്വയം തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ഇന്നൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കുട്ടികളിലും എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് നമ്മൾ കെട്ടി ആണ് എൻട്രൻസിനൊക്കെ പോകുന്നത് അല്ലെ. അപ്പൊ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അപ്പോഴും എല്ലാവരും പറഞ്ഞു എന്താണ് MBBS ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല, വല്ല എഞ്ചിനീയറിംഗ് കിട്ടും, എന്തിനാ എഞ്ചിനീയറിംഗിനൊക്കെ പോയിട്ട് എന്തോരം പേര് എഞ്ചിനീയറിംഗ് പോണേ, വെറുതെ ആണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പക്ഷെ അത് നല്ല രീതിയിൽ നോക്കി. ആദ്യത്തെ പ്രാവശ്യം നോക്കിയപ്പോ എനിക്ക് തോന്നുന്നു എഞ്ചിനീയറിംഗ് തന്നെ കിട്ടിയത്. 2ാമത് എഴുതിട്ടോ, റിപ്പീറ്റ് ചെയ്തപ്പോ MBBS എഴുതി. 2 പ്രാവശ്യം നോക്കിയിട്ടാണ് കിട്ടിയത്. അല്ല, ആദ്യത്തെ പ്രാവശ്യം വേറെ എന്തോ കിട്ടിയത്, ഏതായിരുന്നു ഹോമിയോയോ ഡെന്റലോ അങ്ങനെ എന്തോ ആയിരുന്നു കിട്ടിയത്. പിന്നെയാണ് MBBS എത്തിയത്. എന്നിട്ട് ആള് MBBS ജോയിൻ ചെയ്തു. പിന്നെ സ്കോളർഷിപ്പ് കിട്ടി.
കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജിലെ പഠിച്ചത് സ്കോളർഷിപ്പും കാര്യങ്ങളും മുന്നോട്ട് പോയി ആള് ഡോക്ടറായിട്ട് പാസ് ഔട്ട് ആയി. എന്നിട്ട് അതിന്റെ ഫ്ലെക്സ് വെച്ചു. അന്ന് എന്താ പറയാ 10th-ന്റെയോ +2-ന്റെയോ ഫ്ലെക്സ് വെക്കാനായിട്ട് അവന്റെ ഫാമിലിയിൽ ആർക്കും എന്തുണ്ടായിരുന്നില്ല, കാശൊന്നും ഉണ്ടായിരുന്നില്ല. അവന് മാത്രമേ അവന് മാർക്ക് കിട്ടിയിട്ടും അവന് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആരും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോ മക്കളൊക്കെ പാസ് ഔട്ട് ആകുമ്പോൾ അച്ഛന്മാരാണ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഫ്ലെക്സ് അടിച്ചു വെക്കുന്നത്. പക്ഷെ അവന്റെ വീട്ടിൽ അങ്ങനെ ആരും ഫ്ലെക്സ് വെക്കാനോ, ഞങ്ങൾ എല്ലാവർക്കും അറിയാം അവന് 10th-ലും +2-ലൊക്കെ മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫുള്ളാണ്, പക്ഷെ ഫ്ലെക്സ് ഒന്നും ആരും വെച്ചില്ല. പക്ഷെ ഇതിന്റെ ഫ്ലെക്സ് നാട്ടുകാരെല്ലാവരും കൂടി വെച്ചത്, MBBS-ന്റെ ഡോക്ടർ ആയതിന്റെ ആ ഒരു ഫ്ലെക്സ് വെച്ചത് എല്ലാവരും കൂടി ഷെയർ ഇട്ടാ വെച്ചത്. കാരണം അത് വളരെ ഒരു എന്താ പറയാ, വളരെ ഒരു എന്താ പറയാ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം ഇത്രയും കഷ്ടപ്പാടിൽ നിന്ന് എന്തോരം ജീവിത സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ഡോക്ടറായിട്ട് മാറിയില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതേത് മാർഗമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ ചുറ്റും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, പ്രശ്നങ്ങളൊക്കെ വരും. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പോ അങ്ങനത്തെ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തതാണ്. പക്ഷെ നല്ലൊരു ഞങ്ങൾക്ക് നേരിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്കൊരു സന്തോഷവും തോന്നിയത്. കാരണം അതോടെ ഫാമിലിയുടെ സ്റ്റാറ്റസ് തന്നെ മാറി. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, അത് കഴിഞ്ഞ് വീട് ചെറിയ വീടാണെങ്കിലും അത്യാവശ്യം സ്വന്തമായിട്ട് അവിടെ തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വീട് വന്നു. പിന്നെ കാറൊന്നുമില്ല കേട്ടോ. ഇപ്പൊ സാധാരണ എല്ലാവരും നോക്കുമ്പോൾ ഡോക്ടേഴ്സ് കാറിനാണ് പോകുന്നത്. ഇവൻ ഇപ്പോഴും സ്കൂട്ടറിനാണ് പോകുന്നത്. അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവൻ പോകുന്നുണ്ട്. ഫാമിലിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ മാറും. എഡ്യൂക്കേഷൻ, ഒരു ഫാമിലിയിൽ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫാമിലിയുടെ തന്നെ സ്റ്റാറ്റസ് മാറും. അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. Maslow believed that enough gratification of esteem need lessen the dominating force in person's life. ഒരു ഡോമിനേറ്റിംഗ് ഫോഴ്സ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോമിനേറ്റിംഗ് ഫോഴ്സ് ആണ് ഇത് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. This make him move in the direction of self actualization. നമ്മുടെ എസ്റ്റീം നീഡിന്റെ പാത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റും. സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് എ കോംപ്ലിക്കേറ്റഡ് നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് നീഡാണ്. കാരണം ചിലപ്പോൾ നമ്മളുടെ എന്താ പറയാ, നമ്മൾ അത്രയും വലിയ ആഗ്രഹമായിരിക്കും നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളത് നേടിയെടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ആഗ്രഹം ആ ഒരു കാര്യം എനിക്ക് എപ്പോഴോ നഷ്ടപ്പെട്ടാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, 10 വർഷം മുമ്പാ, 10 വർഷമില്ല, ഒരു 8 വർഷം മുമ്പൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു ആഗ്രഹമാണ്. അത് നേടിയെടുക്കണം എന്ന് ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നേടിനോട് എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതിന് സെൽഫ് ആക്ച്വലൈസേഷൻ ഞാൻ ഇപ്പോഴും എന്താ പറയാ, കംപ്ലീറ്റ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് വരാൻ കാരണം എന്താണ്, ആ ഒരു നീഡ് അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് എടുക്കണെങ്കിൽ ആ നീഡ് നേടിയെടുത്തിട്ട് വേണം അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ട്. ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പ്രഷൻ ആണ്, സെൽഫ് റിയലൈസേഷൻ ആണ്. നമ്മളുടെ സെൽഫിന്റെ, നമ്മൾ സ്വയം നമ്മളുടെ ആ ഒരു എക്സ്പ്രഷനും സെൽഫ് റിയലൈസേഷൻ ആണ്. ഇപ്പൊ ഞാൻ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാനത് നേടിയെടുത്ത എന്നെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് മാത്രമായിരുന്നു ചിലപ്പോൾ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെന്റെ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ്. It is moving towards perfection, which means fulfilling one's individual nature in all its aspects. നമ്മളുടെ ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. Every individual is prone to think that there is something for which he is best suited. നമുക്കറിയാലോ, നമുക്ക് ഇന്നൊരു കാര്യം നല്ല രീതിയിൽ സ്യൂട്ട് ആണ് എന്നുള്ളത്. അത് അച്ചീവ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ കോഴ്സ് എടുത്ത എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് ഏതാണ്, ടീച്ചിങ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ടീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പാടല്ല എൻജോയ് ചെയ്തിട്ടാണെങ്കിൽ ഓരോ വർക്കും ആക്ടിവിറ്റീസും ചെയ്യുന്നത് അല്ലേ. നമ്മളിത് കഷ്ടപ്പാടായിട്ടൊന്നും വിചാരിക്കണ്ട, എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് അങ്ങനെ ചെയ്താൽ മതി, നമുക്ക് സന്തോഷവും കിട്ടും. മാറിയാടാ, വയ്യായിരുന്നില്ലേ? ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അത് മരുന്ന് കഴിച്ചോണ്ടുണ്ട്. എക്സ്റേ ഇനി ഒന്നും കൂടി MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നടുവേദന
നടുവിലാണോ? നടുവിനാണ്. ബൾജ് ചെയ്യുന്ന നടുവേദനയാണ്. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മിസ്. BP കുറച്ച് കൂടുതലായി, പിന്നെ ആ. ബ്ലഡ് കുറഞ്ഞു പോയി, ഷുഗർ എല്ലാം വന്നു. ഓക്കെ. അപ്പോൾ നമ്മള് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് സെൽഫ് എക്സ്പ്രഷനും സെൽഫ് റിയലൈസേഷനുമാണ്. It is moving towards the perfection, which means fulfilling one individual nature in all its aspects. നമ്മളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പെർഫെക്ഷൻ അത് ഫുൾഫിൽ ചെയ്യുന്നതാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. The need for self-actualization should be adjusted to the pupil's total environment, his capacities, and opportunity for self-expression. ഒരു കുട്ടിയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അവന്റെ ചുറ്റുപാടായിട്ടത് എന്താണ് ചുറ്റുപാടായിട്ട് ക്ലോസ്ഡ് ആണ്. അവന്റെ കപ്പാസിറ്റീസ്, അവന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഓരോ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും വരുന്നുണ്ട്. Prizes and recognition in an area of school work make the school good, pleasant, and the people show advancement in their skill. ഈ പ്രൈസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് ഒരു പരിധി വരെയും അവർക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ്സും കാര്യങ്ങളും ഹാപ്പിനെസ് ഒക്കെ കിട്ടുമെന്നാ പറയുന്നത്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം അതൊരു ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളില് ഫസ്റ്റ് വന്നു കഴിഞ്ഞാല് ഇപ്പൊ സ്റ്റേം ടോപ്പർ ആയി കഴിഞ്ഞാല് ബാഡ്ജ് കൊടുക്കും. വെച്ചാല് ഫസ്റ്റ് വരുന്ന കുട്ടിക്ക് ആ ബാഡ്ജ് ആ ഒരു ടേം ഫുള്ള് ഇങ്ങനെ ബാഡ്ജ് പിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു കുട്ടി ടേം ടോപ്പർ ആയി, തൊട്ടടുത്ത് ഒരു മാർക്കിന് പുറമേന് ഒരു കുട്ടി സെക്കൻഡാ വന്നത്, അവൻ ടോപ്പർ ആയില്ല. രണ്ടാമത്തെ പ്രാവശ്യം അവന് അടുത്ത ടേമിൽ അവന് വളരെ ലോ മാർക്കായിരുന്നു. അപ്പൊ ടീച്ചേഴ്സ് ചോദിച്ചു എന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് വന്ന ആളല്ലേ, എന്തുകൊണ്ടാണ് ഇത്രയും ലോ മാർക്ക് വന്നത്? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എനിക്ക് ടോപ്പർ ആവാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നേ, അതുകൊണ്ട് ഞാൻ എനിക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി അതൊരു മോട്ടിവേഷനേക്കാളും കൂടുതലൊരു എന്താ പറയാ ഡിസ്മോട്ടിവേഷൻ അല്ലേ മോട്ടിവേഷൻ കുറയ്ക്കല്ലേ ചെയ്തവിടെ. അപ്പൊ എന്റെ മക്കളുടെ സ്കൂളുണ്ട് മിസ് അങ്ങനെ മന്ത്ലി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്യൂട്ടി കൊടുക്കുന്നുണ്ട്. അത് അവരെ നിരുത്സാഹപ്പെടുത്താൻ. പക്ഷെ മോനക്ക് അങ്ങനെ അവൻ അത്രക്ക് ഇതേപോലെ അപ്പൊ അവൻ പറയും ഇതെന്താ എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇതേപോലെ പറയാറുണ്ട്. അത് നമ്മൾ വിചാരിക്കും ജസ്റ്റ് പ്രൈസ് റെക്കഗ്നേഷൻ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാലും ബാക്കി കുട്ടികൾക്ക് അതൊരു വിഷമം തന്നെയാണ്. നമ്മള് നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം ഞാൻ പറയാം. നമ്മള് നിങ്ങൾ നന്നായിട്ട് ഇപ്പൊ ആൽഫബറ്റ്സ് എഴുതിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആൽഫബറ്റ്സ് എഴുതുന്ന കുട്ടിക്ക് 2 സ്റ്റാർ കൊടുക്കും. അതിനേക്കാൾ നന്നായിട്ട് എഴുതുന്ന കുട്ടിക്ക് 3 സ്റ്റാർ, കുഴപ്പമില്ലാതെ എഴുതുന്ന കുട്ടിക്ക് 1 സ്റ്റാർ. അത്രയും മോശമായിട്ട് എഴുതുന്ന കുട്ടിയാണെങ്കിൽ സ്റ്റാറൊന്നുമില്ല. അവിടെയും ഒരു ഡിസ്ക്രിമിനേഷൻ വരാനുണ്ടോ? നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്നുള്ളൂ. അങ്ങനെ വരുമ്പോ എന്താണ് ആ കുട്ടിക്ക് ഭയങ്കര വിഷമാവും അല്ലെ? അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന്, ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാവർക്കും 1 സ്റ്റാർ കൊടുക്കും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയും. ഇപ്പൊ മോശമായിട്ട് എഴുതിയ കുട്ടിയുടെ കേസാണെങ്കിലോ ആടെ നന്നായിട്ട് എഴുതിയിട്ടൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ എന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ അവന് ഡിസ്ക്രിമിനേഷൻ തോന്നുന്നില്ല. അവൻ എഴുതിയെന്ന് കുറച്ചും കൂടി നന്നായിട്ട് എഴുതണമെന്നേ ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണ്ട. In the word of Dr. Radhakrishna, for the thinking mind to blossom, for arts and science to flourish, the first necessary condition is well-settled society provide with security and ensure. ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മനസ്സ് തുറന്ന് ഇങ്ങനെ ചിന്തിക്കാനും ഓരോ കാര്യങ്ങളിലൊക്കെ നമുക്ക് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ട കാര്യം എന്താണ്? ഒരു സെക്യൂരിറ്റി ആണ്. നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. Sometimes the high expectation of parents and teachers provide a stimulating to high performance. നമ്മൾ ഓവറായിട്ട് കുട്ടികളെ എക്സ്പെക്ട് ചെയ്യണ്ട, ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓവർ എക്സ്പെക്ടേഷന്റെ കേസിൽ പറയുന്നതാണ്, ഞാൻ പഠിപ്പിക്കുന്ന സമയത്തെ ഒരു പാരന്റ് നമ്മളോട് നിങ്ങളെ പഠിപ്പിക്കുന്നേക്കാളും പാടാണ്ട് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. കാരണം ഒരു പാരന്റ് ഇതേപോലെ ടോപ്പറാണ്, ആ ഒരു കുട്ടി ടോപ്പറും അടുത്ത കുട്ടി അത്യാവശ്യം ഒരു മീഡിയം ലെവലാണ്. ഇപ്പൊ
ഒരു പാരന്റ് വന്നിട്ട് സംസാരിക്കുകയാണ്, മിസ്സേ മാത്സ് മിസ്സാണ് ഇവിടെ എടുക്കുന്നത്, പിന്നെ വിടുന്നത് ഒരു സെയിം നമ്മുടെ അരുണിനെ കണ്ടോ കുട്ടിയുടെ പേര്, അവന്റെ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ മോനെ ഞാൻ ട്യൂഷന് വിടുന്നത്. അവർ രണ്ടുപേരെയും പഠിപ്പിക്കുന്നത് സെയിം രീതിയിലാണ്. എന്നിട്ട് എന്താ മിസ്സേ എന്റെ മോന് മാത്രം മാർക്ക് കുറവ്? ഞാൻ എന്താ അങ്ങനെ, നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്നും കേട്ടിട്ടില്ലേ? അല്ല, ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിയിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ ഇവനെ എല്ലാ ദിവസവും വാങ്ങും ചെയ്യും. രാവിലെ എപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എപ്പോഴാണ് എഴുന്നേപ്പിക്കുന്നത്? എക്സാം ആകുമ്പോൾ ഞാൻ 4 മണിക്ക് എഴുന്നേപ്പിച്ചിട്ട് പഠിപ്പിക്കും. വൈകുന്നേരം എത്ര മണിക്ക് കിടക്കും? അതൊരു 11 മണിയാകുമ്പോഴേക്കും ഞാൻ കിടത്താറുണ്ട്. പക്ഷെ അവന് മാത്സ് എന്ന് പറയുമ്പോൾ ടെൻഷനാണ്. മാത്സിന് ബാക്കിയുള്ള സബ്ജക്റ്റും അവന് ഓക്കെയാണ്, പക്ഷെ മാത്സിന് മാത്രമാണ് ഭയങ്കര മാർക്ക് കുറവ്. മാർക്ക് കുറവെന്ന് അവര് പറയുന്നതാട്ടാ. 48 ഒക്കെ ഉണ്ട് മാർക്ക്. 80ലാണ് അവർക്ക് വരുന്നത്. 48 ഉണ്ട്. അത് വലിയ മാർക്ക് കുറവാണ്. നമ്മുടെയൊക്കെ പാരന്റ്സ് നമ്മൾ ഫെയിൽ ആയാൽ പോലും മൈൻഡ് ചെയ്തിരുന്നില്ലാത്ത കാലം. ഇന്നത്തെ പാരന്റ്സ് ഒക്കെ ഡിമാൻഡിങ് ആണ്, അത് വേറെ കാര്യം. പക്ഷെ കമ്പാരിസൺ ആണ്. ടോപ്പർ പഠിക്കുന്ന അതേ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ വിട്ടിട്ടും ഞാൻ വീട്ടിലിരുന്ന് ഇത്രയും ശ്രദ്ധിച്ചിട്ടും അവൻ എന്തുകൊണ്ടാണ് മാർക്ക് കുറവ്, എന്താണ് മിസ്സേ കാരണം? ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാം? ഞാൻ പറഞ്ഞു അവന് ചിലപ്പോ ഫുൾ മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ടാർഗറ്റുകൾ വെക്കും. അടുത്ത ടൈമിന് ഒരു 50 മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് അവനോട് പറയാം. അപ്പൊ അവൻ 50 മാർക്ക് വാങ്ങിക്കും. പിന്നത്തെ ടൈമിൽ 60, പിന്നത്തെ ടൈമിൽ 65, അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഇവര് ഭയങ്കര ഡിമാൻഡിങ് ആയിരുന്നു. അടുത്ത ടൈം ആയപ്പോഴേക്കും മാത്സ് എക്സാം ആയിരുന്നു. ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടിക്ക് ഒട്ടും എഴുതാൻ പറ്റില്ല. ഒരു പനി, ടെൻഷൻ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒരു വേറെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് പനിയും വയ്യാഴിയൊക്കെ വന്നു. അവന് ആ എക്സാമും മര്യാദക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു അമ്മയ്ക്ക് മനസ്സിലായി ടെൻഷൻ കാരണമാണ് അവനിങ്ങനെ വയ്യാണ്ടായിരുന്നത്. അപ്പൊ അവര് ഏകദേശം കൂളായിട്ടുണ്ട്. പിന്നെ മോഡിതായ രീതിയിൽ ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അധികം എനിക്ക് അറിയില്ല അവരെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. കാരണം എന്താണ്, നമ്മളിങ്ങനെ ഓവറായിട്ട് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണ്ട. നമ്മള് അവരുടേതായ സ്റ്റാൻഡേർഡ്സ്, നമുക്കറിയാലോ നമ്മുടെ കുട്ടിയുടെ ലെവല്, ആ സ്റ്റാൻഡേർഡ് വെക്കാം. അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ മൈൻഡിൽ വരണം. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തോ? ഇല്ല മിസ്, എടുത്തില്ല. ഓക്കെ. ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പറയുന്നത് വെച്ചാല് എല്ലാ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ അനുവിന്റെ കഴിവുകളായിരിക്കില്ല ശ്രീലക്ഷ്മിക്ക്. ഇന്ന് ആരാ ഫസ്റ്റ് പ്ലെയർ പറഞ്ഞത്? അർച്ചനയാണോ? ശരണ്യ. ശരണ്യ പാട്ട് പാടുന്ന പോലെ ആയിരിക്കും. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ ഇൻഡിവിജ്വലിനും ഒരു കഴിവുകളുണ്ട്, പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ IQ പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ IQ, ഇന്റർണൽ ഡിഫറെന്റ് ആയിരിക്കും. നമ്മളത് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്താണ്, അത് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യാം. ഓരോ കമ്പയർ ചെയ്യാൻ പാടില്ല. പറഞ്ഞോളൂ മിസ്സേ, എന്റെ മോന് ഇതേപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെറിയൊരു എന്താ പറയാ, അവനെ അവിടുത്തെ HM മോനോട് പറഞ്ഞു, എന്റെ ഹസ്ബൻഡും ഞാനും ഉണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞു അവനെ കണ്ടപ്പോ IQ കുറവുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചു എന്ന്. എന്റെ മോനെ കണ്ടപ്പോ കുറച്ച് കളർ കുറവുണ്ട് മോനെ, പിന്നെ കുറച്ച് തടിയുണ്ട്. അപ്പൊ പിന്നെ അവനെന്ന് പറഞ്ഞാല് അവന് തോന്നിയ പോലെ അവൻ പോവാ. അവൻ എന്ന് വെച്ചാല് ഒന്നും അവൻ ശരിക്കും മുടിയില്ലേ അതൊന്നും അവന് ഇഷ്ടമല്ല കേട്ടാ. അവന് ശരിക്കും കണ്ണാടി നോക്കുന്നത് പോലും ഇഷ്ടമല്ല. അവൻ യൂണിഫോം ഇടുക, ബാഗ് എടുക്കുക, പോവുക, അങ്ങനെയാണ്. എന്നിട്ട് അന്ന് ആ പറഞ്ഞ ദിവസം എന്റെ മോനെ സ്റ്റേജിൽ കയറിയിട്ട് HMന്റെ കയ്യിൽ നിന്ന് ക്ലാസ്സില് സെക്കൻഡാണ്, 1 മാർക്കിന് വ്യത്യാസം, സെക്കൻഡാണ്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പൊ മാഷ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കണം, മോനോട് ചോദിച്ചു, നിനക്കോ A ഗ്രേഡ് കിട്ടിയിട്ടോ? പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴും സന്തോഷമായി. പക്ഷെ മാഷ് ഫസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ കുട്ടീനെ കണ്ടപ്പോ IQ കുറഞ്ഞ കുട്ടിയാണെന്ന് തോന്നി. പക്ഷെ അത് എന്തോരം വേദന ഉണ്ടാക്കിയെന്ന് അറിയാൻ മനസ്സിലായി ഞങ്ങൾക്ക്. ഒരു കുട്ടീനെ കണ്ടിട്ട് അതെങ്ങനെയാണ് ഒരു സാർ ഇങ്ങനെ വിലയിരുത്തുന്നത്, ഒരാളെ മുഖം, ഒരു ശരീരം കണ്ടിട്ട്? അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പൊ. ഉണ്ട് മിസ്. കുട്ടികളെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഫ്രണ്ടിന് നിർത്തും, എനിക്ക് കുട്ടികളെ ബാക്കില്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല വിഷമായി മിസ്. അത് മോനെ അത് എന്താ പറയാ, ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ സാർ ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ അങ്ങനെ ഒരു സ്കൂളിൽ ഒരിക്കലും ഞാൻ പഠിപ്പിക്കൂല.
ഞാനൊരു കുട്ടിയായിരുന്നു, ഞാൻ വിളിച്ചുകൊണ്ട് പോകാനാണ്. ഡിസ്ക്രിമിനേഷൻ. ഇതേപോലെ ഒരു ഇൻസിഡന്റ് എനിക്ക്, കാരണം എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടി, അവളാണ് ഹൈ ടോപ്പർ SSLC-യിലെ. ഞങ്ങൾ ഒരേ ട്യൂഷന് പോയിരുന്നു മിസ്. അവൾക്ക് ഫുൾ മാർക്ക് എല്ലാത്തിനും A+ ഉണ്ടായിരുന്നു. എനിക്ക് നേരെ മറിച്ച് A+ കുറവാ മിസ്. അതെ. അത് അവിടെ 7 വരെ ഉള്ളു കേട്ടോ മിസ്സേ. എന്നിട്ട് ലാസ്റ്റ് അവന്റെ സർട്ടിഫിക്കറ്റ് അവന്റെ ഇത് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ, TC ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ അവനെ പഠിപ്പിച്ച അവന്റെ മിസ് അവനെ അനുഗ്രഹിച്ചിട്ടാ വിട്ടത്. മോനെ എന്തായാലും നല്ല നിലയ്ക്ക് വരും, നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നീ നല്ല നിലയ്ക്ക് വരുന്നുണ്ട്. 2 മിസ്സുമാര് എന്റെ മുന്നേ വെച്ചിട്ട് അനുഗ്രഹിച്ചിട്ടാണ് എന്റെ മോനെ വിട്ടത്. ഇവന് ശ്രദ്ധിക്കണം കേട്ടോ, ഇവന് ശ്രദ്ധിക്കാതെ ഒരിക്കലും ഇരിക്കരുത്, ഇവ നല്ല നിലയിൽ വരിക. അപ്പൊ ഭയങ്കര സന്തോഷമായി. പക്ഷെ മാഷ ഫസ്റ്റില് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, അവിടെ അച്ഛനും അമ്മയും എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു ഞങ്ങൾക്ക് അന്ന് ഉണ്ടാക്കിയത്. ശരിയാണ് ട്ടോ. നമുക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഒരാളെയും മുൻവിധിയോടുകൂടി ഒന്നും എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. കാരണം എന്താണെന്ന് നോക്കാം പ്രോബ്ലം. ഞങ്ങൾ കാണുന്ന ചിലപ്പോ ഞാൻ കാണുന്ന കുട്ടികളിൽ ഇപ്പൊ 5ാം ക്ലാസ്സിലുള്ള കുട്ടികള് അക്ഷരം എഴുതാൻ പോലും അറിയാത്ത കുട്ടികളായിരിക്കും നമുക്ക് ട്രെയിൻ ചെയ്യാൻ കിട്ടുന്നത്. ഒരു അക്ഷരം പോലും മലയാളം അറിയാത്തൊരു കുട്ടീനെ ഞാൻ ട്യൂഷൻ തന്നെയാണ്. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമല്ലോ. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം. നമ്മൾ ആദ്യം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അക്ഷരങ്ങളാ പഠിപ്പിക്കുന്നത്. പതുക്കെയാണ് ഓരോ അക്ഷരങ്ങൾ റീഡ് ചെയ്യുന്നത്. ആൽഫബറ്റ്സ്, അത് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നു, അത് റീഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതിന്റെ സൗണ്ട് ഇല്ലേ, നിങ്ങൾ ഫോണിറ്റിക് സൗണ്ട്സ് ഒക്കെ പഠിക്കൂലേ, അതേപോലെ ഓരോ ആൽഫബറ്റ്സിന്റെ സൗണ്ട്സ് പഠിപ്പിക്കണം. അത് കഴിഞ്ഞാണ് റീഡിങ്ങിലേക്ക് വരുന്നത്. നല്ല ടാസ്ക് ആണിത്. അത് ഇംഗ്ലീഷ് മീഡിയം ആയിട്ടോ മിസ്സേ. അവനെ മലയാളം അധികം എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഞാൻ മുന്നൊക്കെ കുറച്ച് കുട്ടികളൊക്കെ ട്യൂഷൻ എടുത്തിരുന്നു കേട്ടോ. 10th വരെയുള്ള കുട്ടികളെ ട്യൂഷൻ എടുത്തിരുന്നു. തീരെ പഠിക്കാത്ത കുട്ടികളടക്കം എന്താ പറയാ, ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ അച്ഛനും അമ്മയും കൊടുന്നാക്കി തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത്. എന്നിട്ട് ആ കുട്ടി ജയിച്ചിട്ട് വന്നിട്ട് ഞാന് എന്താ പറയാ, ശരിക്കും ട്യൂഷൻ ഫീസിനൊക്കെ കൂടുതൽ ഞാൻ വാങ്ങിക്കാൻ മടിച്ചു. പക്ഷെ അത്രയും സന്തോഷത്തില് അവര് ജയിക്കില്ല എന്ന് പറഞ്ഞ കുട്ടി ജയിച്ചു എന്നുള്ള ഒരു ഇതുകൊണ്ടേ ഭയങ്കര സന്തോഷമായിരുന്നു. ആരോടും മിണ്ടാത്തൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി കൊണ്ട് പറഞ്ഞ, ചേച്ചി എനിക്ക് +1-ലും ചേച്ചി എന്നെ ട്യൂഷൻ എടുത്ത് തരണം കേട്ടാന്ന് പറഞ്ഞിട്ട് അത്രയും സന്തോഷം. അപ്പൊ ഞാൻ എന്റെ മോനെ മലയാളം ശരിക്കും എഴുതാൻ, ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല കേട്ടോ അവന്റെ. അപ്പൊ മലയാളം ശരിക്കും എഴുതാനും വായിക്കാനും അവന് ശരിക്കും അറിയില്ല. ഇംഗ്ലീഷിലാണ് കൂടുതൽ അറിയുള്ളൂ. അവരിപ്പോ 8ലാണ് പഠിക്കുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിന്റെ എക്സാമിന് അവന് ഏറ്റവും കൂടുതൽ ആ ക്ലാസ്സിൽ 8ാം ക്ലാസ് മുഴുവൻ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് അവന് ഏറ്റവും കൂടുതൽ മാർക്ക് മലയാളത്തിലും ഹിന്ദിയിലും അവനാണ് ടോപ്പർ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കേടാ. അത് നമ്മൾ മുൻവിധിയോട് കൂടി ആരെയും എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരെയും ഒരിക്കലും മുൻവിധിയോട് കൂടി നമ്മളുടേതായ അഭിപ്രായങ്ങൾ, നീ പഠിക്കില്ല, നീ മാറി നിൽക്കുക, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കൊള്ളില്ല എന്ന്. കാരണം നമ്മളൊക്കെ അത് എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നിന്നെക്കൊണ്ട് പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റുന്ന പരിധി പോയാൽ മതി എന്നൊക്കെ. പക്ഷെ നമ്മളത് നേടിയെടുക്കണം കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു, അത് നേടിയെടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. നേടിയെടുത്തതിന് ശേഷം മാത്രം പബ്ലിക് എന്ന് വെച്ചാൽ പുറത്താൾക്കാരോട് പറയാൻ ശ്രമിക്കണം. നമ്മളുടെ നേട്ടം നമ്മൾ നേടിയെടുക്കുന്നത് വരെയും എന്താക്കുക, ഹിഡനായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, തുറന്ന് പറയാം. കാരണം ഇപ്പൊ നിങ്ങള് മോണ്ടിസോറി കോഴ്സ് ചെയ്യല്ലേ, എല്ലാരോടും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മിസ്സേ, എല്ലാരും ചോദിക്കും എന്താ ചെയ്യുന്നത്. അപ്പൊ PSC ട്രൈ ചെയ്തോണ്ടിരിക്കാന്ന് പറയും. അടുത്ത ആൾക്കാരോട് മാത്രം മോണ്ടിസോറി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുള്ളൂ. ഓക്കെ. എന്റെ പരിചയത്തിലൊരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി ഫാമിലി ഹസ്ബൻഡിനോട് പോലും പറഞ്ഞില്ല. കാരണം മുസ്ലിം ഫാമിലിന്ന് വന്ന കുട്ടിയാ. 19ാമത്തെ വയസ്സിലാണ് ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് വരുന്നത്. 19ാമത്തെ വയസ്സില് 4 കുട്ടികളുണ്ട്. പെട്ടെന്ന് 4 കുട്ടികളായി. അവര് വലുതായി വരുമ്പോ കണ്ടുകഴിഞ്ഞ ലുക്കാന്നറിയോ, നല്ല ഭംഗിയാണ്. അല്ലെങ്കിൽ മുസ്ലിം കുട്ടികളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലെ. അവരെ കാണാൻ പ്രത്യേകം ഭംഗി ആലോചിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണല്ലോ. നിങ്ങളെ കൂടി കുട്ടി പറഞ്ഞ കേട്ടാ, നമ്മുടെ ബാച്ചിലുള്ളവരെയും കൂടി. അതെന്ന് വെച്ചാൽ അവരെ കാണാൻ നല്ല ഭംഗി, നല്ല ക്യൂട്ട്. പക്ഷെ 4 കുട്ടികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നെ ആൾ കഥ പറഞ്ഞു തുടങ്ങുന്നേ, ചെറുപ്പത്തിൽ ഇപ്പൊ +2 ഒക്കെ കഴിയുന്ന സമയത്ത് തന്നെ കെട്ടിച്ചു വിട്ടു. പിന്നെ എന്താണ്, പഠിക്കാനൊന്നും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ കുട്ടികളുമായി ഹസ്ബൻഡും ഉപ്പനെ നോക്കണ്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് റിലാക്സ് ആയ സമയത്താണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്. ആദ്യം ഹസ്ബൻഡിനോട് പറഞ്ഞു നോക്കി, ഈ ഒരു കോഴ്സ് ഉണ്ട്, ഞാൻ ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു നോക്കി. അപ്പൊ ആള് സമ്മതിച്ചില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെയും എനിക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോ ജോയിൻ ചെയ്യണം തോന്നി. അപ്പൊ എന്ത് ചെയ്തു, പോക്കറ്റ് മണി കിട്ടുമല്ലോ,
കുറച്ച് പൈസയൊക്കെ പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്ന പൈസ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കോഴ്സിന് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടച്ചു. അത് അടച്ചു കംപ്ലീറ്റ് ആയി, പഠിച്ചു തുടങ്ങി. എക്സാംസ് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ച് കുട്ടികളെയും പഠിപ്പിക്കണം, എന്ത് ചെയ്യണം, ആൾക്കും പഠിക്കണം. അങ്ങനെ 2 പിള്ളേരെയും പഠിപ്പിച്ചു, ആളും പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഹസ്ബൻഡിനോട് പറഞ്ഞു, ലാസ്റ്റ് എക്സാമിന് മുമ്പായിട്ട്, ഫൈനൽ എക്സാമിന് മുമ്പായിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു. അല്ല മിസ്, ഹസ്ബൻഡ് അപ്പൊ നാട്ടിലുള്ളതായിരുന്നു അല്ല പുറത്തായിരുന്നു? ഇല്ലടാ, നാട്ടിലുള്ളതാണ്. പക്ഷെ അപ്പൊ എങ്ങനെ അറിയാണ്ട് ചെയ്തു അല്ലേ? അത് അല്ലേ, വർക്കിംഗ് അല്ലേ ആള്, പുറത്ത് വർക്കിംഗ് ആണല്ലോ, അപ്പൊ അങ്ങനെയാണ്. പിന്നെ മിസ്സാവുന്ന ക്ലാസ് ഒക്കെ ആള് എന്താ പറയാ, റെക്കോർഡ് ക്ലാസ് ആയിരുന്നു. റെക്കോർഡ് ക്ലാസ് കാണും, അതും പകൽ തന്നെ കാണും. ഇത് ഇങ്ങനെ പഠിക്കുന്ന കാര്യമേ അറിയില്ലായിരുന്നു. ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും ഫോണിലാണല്ലോ. അപ്പൊ ആള് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഹസ്ബൻഡോട് പറഞ്ഞു, ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോ ഇതിന്റെ ഫൈനൽ എക്സാം ആവാറായിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വിചാരിച്ചതെന്ന് വെച്ചാല് ആൾക്കൊണ്ട് പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മൈൻഡിൽ വിധിക്കായിരുന്നു. പക്ഷെ കോൺവെക്കേഷന് 2 പേരും കൂടെ വന്നത്, ഹസ്ബൻഡും വൈഫും കുട്ടികളും. 5 ആളാണ്, ഏറ്റവും ഇളയ ആളെയും കൊണ്ടാണ് വന്നത്. അപ്പൊ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അവർക്ക്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ലക്കും അതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുകയും ചെയ്തു അവര്. അപ്പൊ എന്താണ്, അതൊരു നമുക്ക് പറ്റില്ല എന്ന് പറയുന്നത് നേടിയെടുക്കാൻ പറ്റണം. എല്ലാവരും നമ്മളോട് പറയും, ഞാൻ നിങ്ങൾക്കൊണ്ടൊന്നും പറ്റില്ല, പക്ഷെ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്ന കാര്യം നേടിയെടുക്കണം. ഓക്കെ. അല്ല മിസ്സേ, അപ്പം ഈ റെക്കോർഡ് എഴുതുന്നതും ആക്ടിവിറ്റി ചെയ്യുന്നതൊന്നും അവർ അറിഞ്ഞിട്ടില്ല? അറിഞ്ഞുകൂടായിരുന്നു. കാരണം ആള് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈലൈറ്റ് തന്നെ ചെയ്തതെന്ന് നമ്മളോട് തുറന്നു പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ നേരത്തെ കുറെ ഓൺലൈൻ കോഴ്സിനൊക്കെ ചേർന്നിട്ടുണ്ട്, ഞാൻ പൂർത്തിയാക്കിയിട്ടില്ലൊന്നും, കൂടി പോയ 4 മാസം അല്ലെ 5 മാസത്തേക്കുള്ളിൽ പോവാറില്ല. കോഡിങ്ങിനൊക്കെ ചേർന്ന്, മെഡിക്കൽ കോഡിങ്ങിനൊക്കെ ചേർന്നിട്ട് അത് 3 മാസമേ പോയുള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റ് ആ ചേരാൻ വേണ്ടിട്ട്, അവസാനം ആകുമ്പത്തേനും നിർത്തിപ്പോവും. അപ്പൊ ഇതും ഞാനിങ്ങനെ ചേരുവാന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വെറുതെ എന്റെ പൈസ കളയാൻ വേണ്ടിട്ടാണ്, നീ കൂടി പോയ 5 മാസം, അതിൽ കൂടുതൽ ഇത് മുന്നോട്ട് പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ 7 മാസമായില്ലേ, ജൂണിൽ. അതെനിക്കൊരു വാശിയായി, ഞാനിനി എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കും എന്നുള്ളൊരു വാശി കയറി. എന്റെ ഹസ്ബൻഡും അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊറേ പ്രാവശ്യമായി ട്രൈ ചെയ്യണം ഇങ്ങനെ മോണ്ടിസോറി പഠിക്കണം. അപ്പോഴൊക്കെ തന്നെ പറയും വേണ്ട വേണ്ട, ജോലിക്ക് പോണ്ടാന്ന്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് കോഴ്സിന് ചേർന്നോളാൻ പറഞ്ഞത്. ഇപ്പൊ ആള് ഗൾഫിലാണ്, പക്ഷെ എന്നാലും എപ്പോ വിളിക്കുന്നത് ഞാൻ പഠിക്കുന്നുണ്ടാന്ന് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ ഉണ്ടാവില്ല. അപ്പൊ പിള്ളേര് പറയും ഉമ്മ ഒന്നും പഠിക്കുന്നില്ല പറയും. അപ്പൊ പറയും, നീ ഇതിനുള്ള ചേർന്നത്, നീ പഠിക്കും. ഇപ്പൊ ആകെ വിളിച്ചാ പറയാ പഠിക്കുന്നു പറയുന്നത് മാത്രമായി. ഓക്കെ. അപ്പൊ നമ്മളുടെ പാഷന് അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാ, എഫേർട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ദെൻ നമ്മള് ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി ഏതാണെന്ന് പറയാമോ? നമ്മള് ലാസ്റ്റ് സാൻഡ് പേപ്പറിന്റെ അല്ലേ, സാൻഡ് പേപ്പർ മറ്റേ ഫ്രെയിംസ്, ബട്ടൺ ഫ്രെയിം. ചെയ്തോ നിങ്ങള്? ഒരുമിച്ചായിരുന്നു പറഞ്ഞു, ടച്ച് ടാബ്ലറ്റും ഡ്രസ്സിംഗ് ഫ്രെയിമും ഒരുമിച്ചായിരുന്നു പറഞ്ഞു. ആണല്ലേ, ഫ്രെയിമുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മള് കളറിംഗ് ബോക്സ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? കളർ ബോക്സ് ഇല്ല മിസ്, ഞങ്ങക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്, ആക്ടിവിറ്റീസ് പെൻഡിങ് ഉണ്ട് മിസ്. നമുക്ക് തന്ന ലിസ്റ്റില് 3-4 നമ്മള് പറഞ്ഞിട്ടില്ല മിസ്സുമാര്, ഏതൊക്കെയോ വിട്ടുപോയിട്ടുണ്ട്. അത് കളറിംഗ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ, കാണാൻ പോകുന്ന മെറ്റീരിയൽ. നമുക്ക് 3 ടൈപ്സ് കളറിംഗ് ബോക്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടേഷറി. ഇപ്പൊ ഇതാണ് 3 കളർ വരുന്നത്. പ്രൈമറി കളേഴ്സ് ആണ് റെഡ്, ബ്ലൂ, യെല്ലോ. ഇത് പ്രൈമറി കളർ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കളറിംഗ് ബോക്സ് ആണ്. സെക്കൻഡറി കളറിംഗ് ബോക്സ് 11 കളേഴ്സ് ആണ് വരുന്നത്. സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഗ്രേ, ബ്രൗൺ, പർപ്പിൾ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, പിങ്ക്, യെല്ലോ.
ഈ കളർ പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം കനമുള്ള കളർ പേപ്പേഴ്സ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്നും അധികം പൈസ ഒന്നും ആവില്ല. അപ്പൊ 2 പീസ് വീതം ഓരോ കളർ ബോക്സ് കളർ ടാബ്ലറ്റ്സ് ചെയ്യണം. ഓരോ കളറിൽ തന്നെ 2 പീസ് ചെയ്യണം കേട്ടോ. ഇനിയില്ലേ അത് പിടിക്കുന്നതില്ലേ 2 സൈഡിലും വുഡിന്റെ ഒരു സംഭവമാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് വുഡിന്റെ പീസാണ്. ഈ 2 കളർ ടാബ്ലറ്റ്സ് തമ്മിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് ഇതിങ്ങനെ പിടിക്കുന്നേ, അത് അപ്പുറത്തും വുഡിന്റെ ആണ്. വുഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ നമ്മള് സ്റ്റിക്ക് ഇല്ലേ നമ്മുടെ ചോക്ലേറ്റിന്റെ ഒക്കെ എന്താ പറയാ ഐസ്ക്രീം ചോക്ലേറ്റ് ചോക്കോബാറിന്റെ സ്റ്റിക്ക് പോലത്തെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുകളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്വയർ റെക്ടാങ്കിൾ ഷേപ്പ് കിട്ടും. അത് 2 സൈഡിലും പിടിപ്പിച്ചാൽ മതി. നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മിസ് കട്ടിയുള്ള പേപ്പർ ആണോ കിട്ടുക? അതായത് ഷോപ്പില് ഈ കട്ടിയില്ലാത്ത പേപ്പർ കിട്ടാറുണ്ടോ? കളർ ഷെയ്ഡ് ആവൂടാ. ഓക്കെ കളർ ഷെയ്ഡ് ആവും. കട്ടിയുള്ള പേപ്പർ ലോട്ടസിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി വാങ്ങിച്ചു. ഉണ്ടോ മിസ്? മിസ്സിന് അറിയാലോ ഷോപ്പ്. എന്നാ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം മിസ്. ഓക്കെ ലോട്ടസിൽ ഫ്രെയിം ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അയ്യോ പോയോന്നാവോ? പോയി ബുക്ക് ചെയ്യാൻ വാങ്ങിച്ചു. താങ്ക് യു മിസ്. അല്ല ഞാനത് വാങ്ങിച്ചു. ഫ്രെയിമിന്റെ കണ്ടപ്പോ അത് വാങ്ങിക്കാൻ കിട്ടാറില്ല. വേണമെങ്കിൽ പറവൂർക്ക് വന്നാൽ മതി ലോട്ടസിലേക്ക്. ചോദിച്ചോക്കട്ടെ, അവിടെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ. ഇത് നമ്മള് മറ്റേ നമ്മുടെ കാർഡ്ബോർഡിന്റെ പീസ് പോലെ സ്ക്വയറിൽ എടുത്തിട്ടേ അതില് നമ്മള് ഇത് കവർ ചെയ്യല്ലേ ചെയ്യാ? എന്നിട്ട് 2 സൈഡും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി 2 സൈഡും. പശ യൂസ് ചെയ്തത് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡ് ആവും, കളർ ഷെയ്ഡ് ആവുക. ഗ്ലൂ വന്നു കഴിഞ്ഞാൽ കളർ വ്യത്യാസം വരും. സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് അപ്പുറത്തിപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ സ്റ്റിക്കും പേസ്റ്റ് ചെയ്യാം. ഓക്കെ കാർഡ്ബോർഡിന്റെ എന്തെങ്കിലും ചെയ്യാമോ മിസ്സേ? കനം കിട്ടാൻ വേണ്ടിട്ട് കാർഡ്ബോർഡ് ബേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ അപ്പൊ ഞാനപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്ട് ഇന്നത്തെ ക്ലാസ്. അപ്പൊ കളറിംഗ് ബോക്സ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. 22nd നിങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ പറഞ്ഞിട്ടില്ലേ? അല്ല മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ആ ബോക്സും ചെയ്യണോ? ഇത് മാത്രം ചെയ്താൽ മതിയില്ലേ? എടാ അത് മാത്രം ചെയ്താൽ മതി. ബോക്സ് വുഡിന്റെ ആണ്, നമുക്കത് കിട്ടില്ല. ബോക്സ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു എന്ന് പറയാ. കളറിംഗ് ബോക്സ്, കളർ ടാബ്ലറ്റ്സ് അങ്ങനെ ഒരു പേര് പറയുന്നുള്ളൂ. നമുക്ക് കാർഡ്ബോർഡിന്റെ ബോക്സ് ഉണ്ടെങ്കിൽ അത് മതി. ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഗിഫ്റ്റിന്റെ ഒക്കെ ടൈം ആയില്ലേ, ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ. അപ്പൊ എന്തായാലും കട്ടിയുള്ള ചാർട്ട് പേപ്പർ ആണോ കളർ? അല്ലടാ കളർ പേപ്പർ ആടാ, കട്ടിയുള്ള കളർ പേപ്പേഴ്സ്. ഓക്കെ സൈൻ ഔട്ട് പറഞ്ഞോ കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്. മിസ്സേ കളർ ടാബ്ലറ്റ്സ് പറഞ്ഞു. പിന്നെ റിപ്ലിക്ക ഓഫ് പിങ്ക് ടവർ എന്ന് പറഞ്ഞോണ്ട് മിസ് ഇത് വരെ ഉള്ളൂ മോനെ. ഇത്രയും പാർട്ട് 3 പാർട്ട് 3 അത് ഡിസ്പ്ലേ വരുള്ളൂ കേട്ടോ. ഓക്കെ സൈൻ ഔട്ട് പറയട്ടെ? പറഞ്ഞോടാ. Thank you teacher and everyone for today's lesson. Today we got a clear idea about Maslow hierarchy of needs. I am grateful to be learning with you all. Thank you all. Thank you so much miss. Thank you ma'am. Thank you.